പിണറായി വിജയന് പ്രിയം ലാലോ മമ്മൂട്ടിയുമല്ല, സ്റ്റൈൽ മന്നൻ രജനീകാന്താണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. മോഹൻലാലിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നാണ് PRD പറയുന്നത്. കണ്ടും മിണ്ടിയും ഇരുവർ എന്ന അഭിമുഖ പരിപാടിയിലാണ് ഇത്തരം ചില പരാമർശങ്ങൾ ഉണ്ടായത്. മലയാളികൾ കൗതുകത്തോടെ കാത്തിരുന്ന കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. വാക്കുകളിൽ അസ്വസ്ഥതയും അഹങ്കാരവും പ്രകടിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ സംസാരിക്കാൻ മടിയുള്ള മോഹൻലാലും വളരെ ഡിപ്ലോമാറ്റിക്കായി കാര്യങ്ങളെ നോക്കിക്കാണുന്ന നടൻ കൂടിയായ മോഹൻലാൽ രണ്ടുപേരും കൂടി മുഖാമുഖം വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നു. കേരള സർക്കാരിന്റെ PRD തയ്യാറാക്കിയ കണ്ടും മിണ്ടിയും ഇരുവർ എന്ന അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. അഭിമുഖത്തിനിടയിൽ മോഹൻലാൽ ഉന്നയിച്ച ചോദ്യമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ രജനീകാന്ത് ആണെന്നും ആക്ഷൻ പടങ്ങളാണ് ഇഷ്ടമെന്നും ഒരു സുഹൃത്ത് രഹസ്യമായി പറഞ്ഞു എന്ന മോഹൻലാലിന്റെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതെ, എനിക്ക് ആക്ഷൻ സിനിമകളോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് പിണറായി വിജയൻ വെളിപ്പെടുത്തി. മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളെ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ല, മറിച്ച് തമിഴ് സൂപ്പർ താരം രജനീകാന്താണ് തന്റെ പ്രിയ താരമെന്ന് പിണറായി പറയുകയും ചെയ്തു. സിനിമയെക്കുറിച്ചുള്ള ലഘുവായ സംസാരങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വ്യക്തിഗത ചോദ്യങ്ങളും മോഹൻലാൽ ചോദിച്ചിരുന്നു. ജീവിതത്തിൽ എന്തിന്റെയെങ്കിലും പേരിൽ പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടിയും ഗൗരവമേറിയ തന്നെയായിരുന്നു. തന്റെ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പ്രതിസന്ധികളെ കുറിച്ചും പോലീസ് മർദ്ദനമേറ്റ അനുഭവങ്ങളെ കുറിച്ചുമൊക്കെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ പശ്ചാത്താപമായി തോന്നുന്നത് രാഷ്ട്രീയത്തിന്റെ കനൽ വഴികളിൽ അചഞ്ചലനായി നിൽക്കുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടുന്ന ഒരാളാണ് പിണറായി വിജയൻ. എന്നാൽ പിണറായി വിജയന്റെ ഒരു വൈകാരിക തലം കൂടി ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് എന്നാണ് അഭിമുഖത്തിനെ കണ്ടവർ വിലയിരുത്തുന്നത്. മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലുമായി നടത്തിയ കണ്ടും മിണ്ടിയും ഇരുവർ എന്ന പ്രത്യേക അഭിമുഖത്തിൽ ജീവിതത്തിൽ നടന്ന വലിയൊരു പശ്ചാത്താപത്തെക്കുറിച്ചും വ്യക്തിപരമായ നൊമ്പരത്തെക്കുറിച്ചും മുഖ്യമന്ത്രി മനസ്സ് തുറക്കുന്നു. തന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തെ ഒരു ആത്മമിത്രത്തെ കുറിച്ചാണ് മുഖ്യമന്ത്രി ഓർമ്മിച്ചത്. വലിയ സമ്പന്നനായിരുന്ന ആ സുഹൃത്തിന് പിണറായി വിജയനെ വലിയ കാര്യമായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ സുഹൃത്ത് മദ്യപാന ശീലത്തിലേക്ക് എത്തപ്പെട്ടു. അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന പിണറായി വിജയൻ ഈ ശീലം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മദ്യപാനം ശരിയല്ലെന്നും അത് ഉപേക്ഷിക്കണമെന്നും പലതവണ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഉപദേശങ്ങൾ വകവയ്ക്കാതെ സുഹൃത്ത് മദ്യപാനം തുടർന്നു. സുഹൃത്തിന്റെ മദ്യപാനം പരിധി വിട്ടതോടെ പിണറായി വിജയൻ ആ ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചു. താൻ ആ ബന്ധം വിട്ടാൽ സുഹൃത്ത് നന്നാകുമെന്നായിരിക്കാം കരുതിയത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. എന്നാൽ ഫലം നേരെ വിപരീതമായിരുന്നുവെന്നും പിന്നീട് അയാൾ വല്ലാത്ത മദ്യപാനിയായി മാറിയെന്നും താൻ ആ ബന്ധം വിച്ഛേദിച്ചതാണ് കൂടുതൽ നാശത്തിലേക്ക് അയാളെ എത്തിച്ചതെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. പിന്നീട് ആ സുഹൃത്ത് പൂർണ്ണമായും മദ്യപാനത്തിൽ അടിമപ്പെടുകയും റോഡരികിൽ കിടക്കുന്ന അവസ്ഥയിലേക്ക് വരെ അധപ്പതിക്കുകയും ചെയ്തു. അന്ന് താൻ ആ സൗഹൃദം ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ സുഹൃത്തിനെ പിന്തിരിപ്പിക്കാൻ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ ഇങ്ങനെ തകർന്നു പോകില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. തൻ ജീവിതത്തിൽ പശ്ചാത്തപിക്കേണ്ടി വന്ന വലിയൊരു ഘട്ടം അതായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും ഇത് വലിയ ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാവാനുള്ള പ്രധാന കാരണം ഇത്രയും വലിയ ഒരു അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ, അഴിമതി മാത്രമല്ല ശബരിമലയിലെ കൊള്ള അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചരിത്രത്തിലാദ്യമായി സ്വർണ്ണക്കടത്തിന് ആരോപണ വിധേയമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴും മോഹൻലാൽ ഇപ്പോൾ പിണറായി വിജയനെ വെള്ളപൂശാൻ വന്നതാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. മോഹൻലാൽ പൊതുവെ അങ്ങനെയാണ്, യാതൊരു നിലപാടുമില്ലാത്തൊരു നടൻ മാത്രമാണ് മോഹൻലാൽ മികച്ച നടനാണ് എന്നത് വളരെ കൃത്യമായ കാര്യമാണ്. എന്നാൽ നിലപാടുള്ള വ്യക്തിത്വമുള്ള ഒരാളാണ് എന്ന മലയാളികളുടെ ധാരണയെ തിരുത്തി എഴുതുന്നതാണ് ഈ അഭിമുഖം. യാതൊരു വ്യക്തിത്വവുമില്ലാതെ, യാതൊരു തത്വദീക്ഷയുമില്ലാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടുമായാണ് മോഹൻലാൽ മുന്നോട്ട് പോകുന്നത്. സംഘപരിവാർ അനുഭാവിയാണെന്ന് ചില സമയങ്ങളിൽ തോന്നുമെങ്കിലും പിണറായി വിജയനോടൊപ്പം കൂടുകയും ഇടതുപക്ഷത്തെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മോഹൻലാലിനെ നമുക്ക് കാണാം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് പോകാത്ത മോഹൻലാൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിമുഖം ചെയ്യാനെത്തിയത് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. എന്നാൽ സംഘപരിവാർ ഇടങ്ങളിൽ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നു. എമ്പുരാൻ സിനിമ വന്നപ്പോൾ തന്നെ പൃഥ്വിരാജിനെതിരെ വലിയ ആക്രമണം ഉണ്ടായപ്പോഴും ഒരക്ഷരം ഉരിയാടാതിരുന്നൊരു നടനാണ് മോഹൻലാൽ. എന്നാൽ മോഹൻലാൽ സംഘപരിവാർ നേതാക്കളെ വിളിച്ച് തനിക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞതായും ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പൃഥ്വിരാജിനെ കല്ലെറിയാൻ വിട്ടുകൊടുത്ത് മോഹൻലാൽ തന്റെ ഭാഗം സേഫ് ആക്കുകയായിരുന്നു. മോഹൻലാലിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് എല്ലായിടവും കാണാവുന്നതാണ്. അഭിനേതാവ് എന്ന രീതിയിൽ മികച്ച അഭിനേതാവാണെന്ന് പറയുമ്പോഴും അതിലും വലിയ അഭിനയമാണ്
പൊതുജനങ്ങളുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിലും മോഹൻലാൽ കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാധകരുടെ ഇടയിൽ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും മികച്ച നടനും തനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ തോന്നുന്ന പോലെ നിലപാട് ചിന്തിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു നടനുമായി മോഹൻലാൽ മാറുന്നു. സംഘപരിവാറുകാർ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ് മോഹൻലാൽ എന്ന് ചിന്തിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇനിയെങ്കിലും ഇത്തരക്കാരെ തിരിച്ചറിയാൻ സംഘപരിവാറിന് കഴിയണം എന്നുള്ളതാണ് പറയാനുള്ളത്. സംഘപരിവാർ ഇത്തരത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും സംഘപരിവാറിന്റെ ഓരം ചേർന്ന് നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന മോഹൻലാലിനെ നമ്മൾ കാണുന്നതാണ്. എന്ത് കാര്യവും നേടാൻ ഏത് നിലപാടും സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് മോഹൻലാൽ എന്ന് ഇപ്പോൾ തെളിയുകയും ചെയ്യുന്നു.